അപ്പോൾ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ ഓർത്ത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ഫേസിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന്. ഫേസ് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് എന്നിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീം ഒന്നും ഇടുന്നില്ല. ഞാൻ വീടിന് എന്തായാലും പുറത്തോട്ട് പോകുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ എന്ന് വെച്ചിട്ട് സൺസ്ക്രീം ഒന്നും ഇട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ മുടിയൊക്കെ കൊള്ളമായിട്ട് ഊരി വരുന്നത്. എനിക്ക് ഈ ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഒന്നുകൂടെ അത് തന്നെ കെട്ടി വെച്ച്. അങ്ങനെ ഞാൻ ഓർത്ത് കുറച്ച് നേരം പഠിക്കാമെന്നൊക്കെ വെച്ച് സ്റ്റഡിങ് റൂമിൽ വന്നപ്പോഴാണ് എൻ്റെ ടേബിൾ മൊത്തം പൊട്ടി അടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ക്ലീൻ ആക്കാമെന്ന്. ടേബിൾ മൊത്തം കരിയാക്കി വെച്ചേക്കാം. ഞാൻ തന്നെ കരിയാക്കിയത്. അതും ഇതൊക്കെ പിടിച്ച് തേക്കണേ. അങ്ങനെ അത് സെറ്റാക്കി. പിന്നെ ബുക്കൊക്കെ തുറന്ന് കിളിയൊക്കെ താണ്ട പറക്കുന്നു. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയത്തില്ല. പിന്നെ ഞാൻ ഓർത്ത് ഫിസിക്സ് എക്സാമാണ് 23-ാം തീയതി. അപ്പം ഞാൻ ഓർത്ത് ഫിസിക്സ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ച്. എഴുതുന്നിടത്തൊന്നും ഞാൻ ഭയങ്കര പഠിപ്പാണ്. വെറുതെ ചുമ്മാ ഇരുന്ന് എന്തൊക്കെയോ പഠിക്കുന്നു, അത്ര തന്നെ. അങ്ങനെ ബോറടിച്ചപ്പോൾ ഞാൻ ഓർത്ത് കാൽക്കുലേറ്റർ എടുക്കാമെന്ന്. കണക്ക് കൂട്ടാനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് അത് ഇരുന്ന് കളിക്കുക. ഫോൺ എന്തായാലും വീഡിയോ എടുക്കുമെന്നല്ല, പിന്നെ വേറെ ഒന്നും എടുക്കാനില്ല. അപ്പം ഞാൻ ഓർത്ത് കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും കുത്തി ചിക്മ എടുക്കാമെന്ന്. അങ്ങനെ ചിക്മയൊക്കെ കാണിച്ച് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ പഠിക്കാമെന്ന്. പിന്നെ ഈ സൈഡിൽ ഇരിക്കുന്ന ബുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ ആണെന്ന്. അതൊന്നും എൻ്റെ അല്ല, എൻ്റെ ചേച്ചിയുടെ. എൻ്റെ തന്നെ 2 ബുക്കുകൾ. എനിക്കതൊക്കെ തന്നെ ധാരാളം. എന്ത് ചെയ്യാൻ. അയ്യോ, അങ്ങനെ ഞാൻ ബുക്കൊക്കെ തിരിച്ച് നോക്കുമ്പോഴാണ് ഇത്രത്തോളം ഇനി എനിക്ക് പഠിക്കണമല്ലോ എന്നുള്ള നെഗ്നസത്തെ ഞാൻ തിരിച്ചറിയുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ കൂടെ ഇനി 2-3 ബുക്കുകൂടെ ഉണ്ട്. എന്തൊരു സന്തോഷം. അങ്ങനെ പഠിച്ച് ബോറടിച്ചിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് ഒരു സാധനം കുടുങ്ങിയത്. എൻ്റെ ഫ്രണ്ട് നേരത്തെ, ഞാനാണെങ്കിൽ ഇപ്പോൾ കുറേ നാൾക്ക് മുമ്പ് എനിക്ക് മേടിച്ചു തന്നെയാണ് ഒരു കപ്പിൾ റിങ്. സംഭവമൊക്കെ നൈസാണ്. ഞാൻ പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ല. എനിക്ക് റിങ്ങിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ മേടിച്ചു തന്ന ടൈമിൽ ജസ്റ്റ് കുറച്ച് ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ലൂസ്. നമുക്ക് നൈസല്ലേ, സൂപ്പറല്ലേ. ഞാനാണെങ്കിൽ അത് ഒരിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ എണ്ണം കൽപ്പിച്ച് കടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വെച്ച് സംഭവം വിജയിച്ച്. എൻ്റെ അടുത്ത കളി ടൈറ്റായി. ഓക്കെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ മറ്റേ അതിന് പ്ലാസ്റ്റിക് പോലത്തെ ഗ്ലാസ് പോലത്തെ സംഭവമൊക്കെ അതിന് വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഇളകിപ്പോയി. ഞാൻ ഒന്നും ഇളക്കിയല്ല. പിന്നെ കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബോറടിച്ച്. പിന്നെ ഞാൻ എല്ലാം അടച്ച് വെച്ചിട്ട് കിറ്റ്കാറ്റിൻ്റെ മുട്ട എടുത്ത്. ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ഇരിപ്പുണ്ട്, ഇതുവരെ തീർന്നില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അത് തിന്നാന്നൊക്കെ വെച്ചിട്ട് കിറ്റ്കാറ്റിൻ്റെ മുട്ട എടുത്ത് നോക്കിയിട്ട് ഞാൻ ഭയങ്കര കട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരെണ്ണം ഇളക്കാമെന്നാണ് വെച്ചത്. പക്ഷെ ഇളകിയപ്പോൾ 2 കൂടെ ഇളകി വന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ തിന്നുകൊണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ബോറടിച്ചിരിക്കല്ലേ. അങ്ങനെ മിഠായിയൊക്കെ കഴിച്ച് സെറ്റായി. ഇപ്പം കുറച്ച് നേരം ഞാൻ ഓർത്ത് സ്നാപ്പ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ട്രാൻസാക്ഷൻ ഞാൻ തന്നെ ലുക്കായിട്ടുണ്ട്. എൻ്റെ ഒരു കാര്യം കൊള്ളാം. അങ്ങനെ കുറേ ഫിൽറ്റേഴ്സൊക്കെ വെച്ച് കുറച്ച് സ്നാപ്പൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ പാവപ്പച്ചൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം അവളെ പിടിച്ച് ഇറിറ്റേറ്റാക്കി. എന്തൊരു മനസ്സുഖം. ചിക്കുടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നു വെച്ചിട്ട് അത് ഫേസിൽ നിന്ന് മിൽക്ക് വെച്ചിട്ട് വാഷാക്കി. അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലത്. അതുകൊണ്ട് ഫേസ് മിൽക്ക് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അരിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്.
അത് ആഡ് ചെയ്യാൻ നേരത്തേക്ക് എന്താ അമ്മ വന്നിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു എന്താ ഒരു സ്നേഹം, അയ്യോ എനിക്ക് വയ്യ. എന്നിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് മിക്സാക്കാൻ വേണ്ടിയിട്ട്. മിക്സാക്കാനനുസരിച്ച് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വട്ടം ചെയ്തപ്പോഴത്തേക്കിന് ഇതാണെങ്കിൽ ഇങ്ങോട്ട് മിക്സ് ആവുന്നില്ലായിരുന്നു. മറ്റേ അരിയുടെ തരിതരിപ്പ് കാരണം ഞാൻ നന്നായിട്ട് പൊടിക്കാഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു മിക്സാക്കാൻ നല്ല പാടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഡേ ഞാൻ ചെയ്തപ്പോൾ വലിയ സീനില്ലായിരുന്നു, അന്ന് നന്നായിട്ട് മിക്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇത് കട്ടി കട്ടിയായിട്ടിരിക്കുമായിരുന്നു. എന്നാൽ കൂടെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു സംഭവം. അങ്ങനെ അത് ഫേസിൽ നല്ലോണം ഉണങ്ങി. അപ്പോഴത്തേക്ക് അമ്മ മുന്തിരിങ്ങയൊക്കെ കൊണ്ടു തന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം ഉണങ്ങി, പക്ഷേ കയ്യിലൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചാൽ പക്ഷേ നന്നായിട്ട് ഉണങ്ങി. പിന്നെ എൻ്റെ കാര്യം ഓർത്തില്ല, കഴിച്ചോണ്ടിരുന്നു. അപ്പോഴത്തേക്കിന് കുറച്ച് വാഷ് ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പാൽ വെച്ചിട്ട് ആദ്യം ഫേസ് ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വാഷ് ആക്കുമായിരുന്നു. കുറച്ച് ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നൈസ് പാക്കാണ്. പിന്നെ കഴിഞ്ഞ ഡേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 ഡേയ്സ് മുമ്പ്. പിന്നെ ഞാൻ റോസ് വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് 2-3 ഡ്രോപ്സ് വെച്ചിട്ട് ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ്ട് തലമുടിയിലൊക്കെ വരെ ഫേസ് പാക്ക് ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് മറ്റേ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ തന്നെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവുക. അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ മിനി ഡേ വ്ലോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുമോളെ, അപ്പോൾ ഞങ്ങൾ പോവാം. താങ്ക് യു, ടാറ്റാ, ബൈ.